റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ശബരിമലയിൽ അവരുടെ പൂജനീയനായ പ്രയാർ ഗോപാലകൃഷ്ണനും കൊള്ളസംഘവും ചേർന്ന് നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പിനെ കുറിച്ച് മുൻ വിജിലൻസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള രാജഗോപാലിന്റെ വെളിപ്പെടുത്തൽ കേട്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പേരുടെയും കിളിപോയി. പ്രത്യേകിച്ച് അതിഥിയായി വിളിച്ച സ്മൃതി പരുത്തിക്കാടിന്റെയും ഒപ്പം തന്നെ രാജു പി നായർ എന്ന കോൺഗ്രസുകാരന്റെയും. ന്യായീകരിക്കാനായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കോൺഗ്രസുകാർ ശബരിമലയെ വിശുദ്ധമാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ശബരിമലയിൽ വന്ന മാറ്റം എന്താണെന്നും അതിനു മുന്നോടിയായിട്ട് കുത്തഴിഞ്ഞ അവസ്ഥ എന്തായിരുന്നു എന്നും സംഘടിതമായ കൊള്ള എങ്ങനെയാണ് അവിടെ നടന്നിരുന്നുവെന്നും തന്ത്രി എന്ന വ്യക്തിക്ക് മുന്നിൽ എങ്ങനെയാണ് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം പോയി സാഷ്ടാംഗം കിടന്നിരുന്നതെന്നും ആ സ്വാധീനത്തിന്റെ കൂടി സഹായത്താലാണ് ശബരിമലയിൽ ഇക്കണ്ട കാലം മുഴുവൻ തന്ത്രിയും മാഫിയ സംഘവും ഉൾപ്പെടുന്നവർ കൊള്ളയടിച്ചതെന്ന് ആ പ്രതികരണം തെളിയിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിച്ച പരുത്തിക്കാട് പോലും നാവിറങ്ങി ഇരുന്നു പോയി എന്ന് പറഞ്ഞാൽ മതി. വന്ദേ മാതരം. സ്മൃതി, ഞാൻ 2015-16 കാലഘട്ടത്തിനാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടുന്ന് സ്വയം ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു കത്ത് കൊടുത്തിട്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം അവിടുത്തെ അഴിമതിയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ട് യുദ്ധം ചെയ്തു. ഒരേ സമയം പിന്നെ ഒരു ദേവസ്വം മിനിസ്റ്ററുടെ അനിയന്, അയാൾ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു, അയാളെതിരായിട്ട് യുദ്ധം ചെയ്തു. ഒരുപാട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്ത് ശബരിമലയ്ക്ക് പുറത്ത് ഒരു IPS ഉന്നതൻ, പിന്നെ ഒരാൾ എനിക്ക് പെട്ടെന്ന് വരുന്നില്ല. ഇവന്മാരെല്ലാം കൂടെ ഒരു കുറുമുന്നണി ഉണ്ടാക്കി എന്നെ ദേവസ്വം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴേ ഇവന്മാർ ഈ IPS ഉന്നതിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇത് ചെയ്തു. എനിക്കെതിരായിട്ട് ഒരുപാട് അലിഗേഷനൊക്കെ പറഞ്ഞ അവസാനം ദേവസ്വം ബോർഡ് ഹൈക്കോടതി തോട്ടത്തിൽ വീരാകൃഷ്ണ സാർ നേരിട്ട് അന്വേഷിച്ചു. സിംഗിൾ ഹാൻഡഡായിട്ട് വന്ന് എന്നെ പറ്റി അന്വേഷിച്ചു. ഞാൻ അറിഞ്ഞില്ല. അന്വേഷിച്ചിട്ട് അവസാനം ഓർഡർ ഇറക്കി. അപ്പം അത് തോറ്റു കഴിഞ്ഞു. എന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ കുറുമുന്നണി, ഈ IPS ഉന്നതൻ, പിന്നെ ഞാൻ IPS ഉന്നതനെതിരായിട്ട് 20 വർഷം പോലീസിൽ ഫൈറ്റ് ചെയ്തതാണ്. ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും അറിയാം. ഈ IPS ഉന്നതൻ, ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മെമ്പർ,